ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്നത്തെ എന്റെ ടോപ്പിക് എന്തെന്നാൽ, ടോപ്പിക്കിന് മുമ്പ് ഞാനൊരു കഥ പറയാം. ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ കുട്ടികൾക്കായി ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് 100 രൂപ നോട്ട് കിട്ടി. അവൻ ആ നോട്ടെടുത്ത് ടീച്ചറിന്റെ അടുത്തേക്ക് പോയിട്ട്, മേഡം എനിക്കൊരു 100 രൂപ കിട്ടി, ഇതാരുടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ആ മാഡത്തിന് ഇത് വളരെയധികം സന്തോഷമായി. ആ കുട്ടിയെ സത്യസന്ധനായ കുട്ടി എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. ഇവനാണ് നേരിന്റെ പ്രതീകമെന്നും പറഞ്ഞു. ഇവിടത്തെ സത്യസന്ധത എന്തെന്നാൽ, ആ ക്ലാസ്സിൽ 100 രൂപ കിട്ടിയ കുട്ടിയുടെ മനസ്സിൽ ഒരു ഭയം വന്നു. ഇതാരെങ്കിലും കണ്ടു കാണുമോ? ഈ ഒരു ഭയത്താലായിരിക്കാം ആ പൈസ അവൻ തിരികെ നൽകിയത്. ഇതിനാണ് സത്യസന്ധത എന്ന് പറഞ്ഞത്. മറ്റൊരു വശം നോക്കിയാൽ, സത്യസന്ധതയേക്കാൾ വലുതെന്താണ്? എന്നെ സംബന്ധിച്ച് സത്യസന്ധതയേക്കാൾ വലുത് ഇന്റഗ്രിറ്റിയാണ്. അപ്പോ ബേസിക് ഇന്റഗ്രിറ്റി എന്താണ്? അതായത് നിങ്ങളെ ഈ ലോകത്തിൽ ആരും കാണാത്തപ്പോ, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ, കുടുംബം പോലും കാണാത്തപ്പോ, അപ്പോൾ നിങ്ങൾ എങ്ങനെ നടക്കുന്നുവോ, സൊസൈറ്റി നിങ്ങളെ കാണുന്നതേയില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പവർ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എങ്ങനെ നടക്കുന്നുവോ അതിനെയാണ് ബേസിക് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒരിക്കൽ ദലൈലാമ എന്തു പറഞ്ഞെന്നോ, എന്റെ ഇന്റഗ്രിറ്റി എന്താണെന്ന് വെച്ചാൽ, എവറി മിനിറ്റ്, അതായത് ഏതെങ്കിലും ഹോട്ടലിൽ പോകുമ്പോൾ തിരികെ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ റൂംസിലുള്ള എല്ലാ ലൈറ്റും ഫാനും ഓഫാണോ എന്ന് നോക്കാറുണ്ട്. ഏത് ബെഡിൽ കിടന്നാലും വൃത്തിയാക്കി വെക്കും. യൂസ് ചെയ്ത ടോയ്ലറ്റ് നീറ്റായി തന്നെ വെച്ചിട്ട് വരും. അതാണ് എൻ്റെ ഇന്റഗ്രിറ്റി. അതുപോലെ മറ്റൊരു വശത്ത് ആളുകൾ എന്ത് ചെയ്യുമെന്നോ, ഒരു ഹോട്ടൽ മിസ്യൂസ് ചെയ്യും. അതായത് നമ്മുടെ ഷൂസ് ഒന്ന് അഴുക്കായിരുന്നാൽ അവരുടെ ടവൽ വെച്ച് തന്നെ നമ്മളത് ക്ലീൻ ചെയ്യും. യൂസ് ചെയ്ത ടോയ്ലറ്റ് ക്ലീനാക്കാതെ ഇറങ്ങിപ്പോരും. ശരിയായ രീതിയിൽ ഫ്ലഷ് ചെയ്യില്ല, നീറ്റാക്കി വെക്കില്ല. അവിടുന്ന് ടവൽ വരെ എടുത്തുകൊണ്ട് പോകും. കാരണം ഇതാരും കാണുന്നില്ല. ശരിക്കും സത്യമായൊരു കാര്യം പറയാം, ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വിതച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഈ വിഷയം അങ്ങനെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. അത് 1% ആണോ, 2 ആണോ, 5 ആണോ, 10 ആണോ ഒന്നും അറിയില്ല. ഇത് ഉറപ്പായും നമ്മുടെ പേഴ്സണാലിറ്റിയെ മാറ്റും. മറ്റൊരു വശത്ത് നിങ്ങളുടെ ഉള്ളിൽ സൂപ്പർ ഇന്റഗ്രിറ്റി ഉണ്ടെന്ന് വെച്ചോ, ഞാൻ ഉറപ്പായും പറയാം, സ്കൈ ഈസ് ദ ലിമിറ്റ്. സമയമെടുക്കും, ബട്ട് സ്കൈ ഈസ് ദ ലിമിറ്റ്. അതെന്താണെന്നാൽ നിങ്ങൾക്ക് സിമ്പിളായി പറഞ്ഞു തരാം. ഹീറോ എക്കാലത്തും അവസാനം വില്ലനെ തോൽപ്പിക്കും. ഹീറോ അപ്പോ ഭയങ്കര ഗ്ലോറിയസ് ആകും, എല്ലാത്തിനും മുകളിലായിരിക്കും, ഭയങ്കര ഫേമസ് ആയിരിക്കും. പക്ഷേ വില്ലനെ എല്ലാവരും എപ്പോഴും കുറ്റപ്പെടുത്തും. നമ്മൾ ഇത്തരം കഥകൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. രാമൻ എപ്പോഴും ജയിക്കും, രാവണൻ തോൽക്കും. ഐഡലിസം, ഇന്റഗ്രിറ്റി, ഇതൊക്കെയാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. മാത്രമല്ല, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിലെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ മാൻകൈൻഡിന് ഒരു CEO ആവശ്യമാണ്, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ. മാൻകൈൻഡ് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ ഉള്ളിലെ എന്താണ് നോക്കുന്നതെന്ന് അറിയാമോ? അതായത് അവന്റെ ഉള്ളിലെ ടാലൻസ് അവർ നോക്കില്ല, അവന്റെ ഉള്ളിലെ ഇന്റഗ്രിറ്റി നോക്കും. കാരണം അതാണ് അവന്റെ ക്യാരക്ടർ തീരുമാനിക്കുന്നത്. ഇതിന്റെ അർത്ഥം, അതായത് കമ്പനിയുടെ പ്രോപ്പർട്ടി നല്ലതുപോലെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കമ്പനിയുടെ പ്രോപ്പർട്ടിയും നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യും. അതായത് നെവർ മിസ്യൂസ് കമ്പനി പ്രോപ്പർട്ടി. അവരുടെ സ്വന്തം പൈസയ്ക്ക് എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം കമ്പനിക്ക് വേണ്ടിയും അവൻ ചെയ്യും. അവൻ പണം എങ്ങനെ ചെലവഴിക്കുന്നോ അങ്ങനെ ചെയ്യും. അവൻ ജനങ്ങളെ നന്നായി നോക്കും. ഇതാണ് ഇന്റഗ്രിറ്റിയുടെ പവർ. നിങ്ങൾക്ക് ഹയസ്റ്റ് പോസ്റ്റിൽ എത്തണമെങ്കിൽ അതിനു വേണ്ട ആദ്യപടി എന്തെന്നാൽ, അത് നിങ്ങളുടെ ഇന്റഗ്രിറ്റിയാണ്. ഇതിലെ മറ്റൊന്ന് പാഷൻ. അവനിൽ എത്രത്തോളം പാഷൻ ഉണ്ട് എന്നത്. ഇനി മൂന്നാമത്തതാണ് ടാലന്റ്. ഞാൻ ടാലന്റിനെ കുറച്ച് കാണിക്കുകയല്ല. നമ്മൾ ഏത് സമയത്തും റാങ്കിങ് ചെയ്താലും അതിൽ നമ്പർ 1 ആയി വരുന്നത് ഇന്റഗ്രിറ്റിയാണ്. അടുത്തത് പാഷൻ, മൂന്നാമതാണ് ടാലന്റ്. അതുപോലെ സബ്ജക്റ്റിന്റെ നോളജ്, ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം, ഇതൊക്കെ മൂന്നാമതാണ് വരിക. ഫോർ എക്സാമ്പിൾ, വളരെ അമേസിംഗ് ആയ ഒരാൾ, ടാലന്റ് ആയ ഒരാൾ, പക്ഷേ അവനിൽ ടാലന്റ് ഇല്ലെങ്കിലോ, അവനിൽ ഒരു ഇന്റഗ്രിറ്റി ഇല്ലെങ്കിലോ അവൻ ടോപ്പ് പൊസിഷനിൽ എത്തുമോ? ഒരിക്കലുമില്ല. ഈ വിഷയം നമ്മൾ ആദ്യമേ മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്തില്ല എങ്കിൽ, അത് മറക്കാതെ നമ്മൾ പ്രവർത്തിച്ചാൽ ഉറപ്പായും നമ്മൾ മുന്നേറും. ഇക്കാലത്ത് മാൻകൈൻഡ് 2 കാര്യങ്ങളിൽ അധിക കൺസേൺ എടുക്കുന്നുണ്ട്. ഞാനത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു തരാം. നമ്പർ 1, ബേസിക് ആയിട്ട് ചിലവരിലുള്ള പാഷൻ വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. അവരിൽ പാഷൻ തീരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
പൂർണ്ണമായിട്ടും ഇല്ല. അതിന് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. കമ്പനി എന്തെങ്കിലും ആക്ടിവിറ്റിയോ സ്ട്രാറ്റജിയോ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വെക്കുക. ആ സ്ട്രാറ്റജിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷവും ചെയ്തതിന് ശേഷവും, അതായത് ഒരു മാസത്തിന് ശേഷവും ഫീൽഡിനുള്ളിൽ തന്നെ അത് ഇംപ്ലിമെന്റ് ആകാതെ ഇരിക്കും. അത് ഗ്രൗണ്ട് വരെ എത്താതെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ, അതായത് ഞങ്ങളൊരു ഇൻസെന്റീവ് പോളിസി ആരംഭിച്ചിരുന്നു നിങ്ങളുടെ ഗ്രോത്തിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഡിവിഷനിൽ തന്നെ. അപ്പോൾ 1-2 പ്രോഡക്റ്റിന്റെ ഇൻസെന്റീവ് നോക്കിയാൽ തന്നെ ഏകദേശം 3 മടങ്ങുണ്ടാവും. എല്ലാം ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ ഒരു പോളിസി ഞങ്ങൾ ആരംഭിച്ചു. എന്ത് ലീഡർ ആയാലും ശരി, അയാളുടെ എക്സിക്യൂഷൻ, അയാളുടെ ടാലന്റ്, പാഷൻ എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ റീജിയണൽ മാനേജറുടെ ഏരിയയിലേക്ക് പോയിട്ട് അവനെ മുന്നിൽ നിർത്തി മെഡിക്കൽ റെപ്പിനോട് ചോദിക്ക്. അതായത് മെഡിക്കൽ ഇൻസെന്റീവ് പോളിസി എന്താണെന്ന് ചോദിക്ക്. ഒരു പക്ഷേ മെഡിക്കൽ റെപ്പിന് ഇതിനെക്കുറിച്ച് അറിയില്ലെന്ന് വിചാരിക്കുക. അതായത് 50% ആളുകൾക്ക് ഇത് അറിയില്ലെന്ന് വിചാരിക്കുക. ഇതിന്റെയൊക്കെ അർത്ഥമെന്ത്? ആ ടീമിനിടയിൽ കറണ്ട് ഇല്ല. അപ്പോൾ ആ ടീമിന് കറണ്ട് കൊടുക്കുന്നത് ആരാണ്? അവരുടെ ട്രാൻസ്ഫോമർ ആര്? അതാണ് റീജിയണൽ മാനേജർ. ശരി, ആ റീജിയണൽ മാനേജറിന് കറണ്ട് എവിടുന്ന് വരുന്നു? അവർക്ക് കിട്ടുന്നത് സോണൽ മാനേജറിൽ നിന്നാണ്. അവർക്ക് നാഷണൽ സെയിൽസ് മാനേജറിൽ നിന്ന് കിട്ടും. അവർക്ക് മുകളിലുള്ളതാണ് ഹെഡ് ഓഫീസ്. ഏതോ ഒരു സ്ഥലത്ത് തീർച്ചയായും മാൻകൈൻഡിൽ ഇത് മിസ്സാവുന്നുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പല ക്വാർട്ടേഴ്സിൽ ഇത് നടക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, എവിടെയാണോ പ്രോഡക്റ്റിന് 10 ലക്ഷം, 15 ലക്ഷം, 8 ലക്ഷം അങ്ങനെ വർദ്ധിക്കുന്നത്, അവിടെ സന്തോഷമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിന്റെ കാരണം, ഈ സ്ഥലത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെപ്പ് പറയില്ല. അവർക്ക് മേലെയുള്ള റീജിയണൽ മാനേജർ, സോൺ മാനേജർ, അവരുടെയും സീനിയർ ഹെഡാണ് ഇത് പറയുന്നത്. അവരുടെ ഇടയിൽ ഇതിനെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കറണ്ട് അങ്ങനെയൊക്കെ പറയും. ഈ കറണ്ട് സപ്ലൈയിൽ അവർ സാറ്റിസ്ഫൈഡ് ആയി ഇരിക്കുകയാണ് ചെയ്യാറ്. ഇതാണ് ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇത്രയും നല്ല ഇൻസെന്റീവ് പോളിസി ഉണ്ടായിട്ടും അത് മെഡിക്കൽ റെപ്പിന് അറിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നാൽ സീനിയേഴ്സിൽ നിന്ന് ജൂനിയേഴ്സിലേക്ക് കറണ്ട് പോകുന്നില്ലെന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള ലീഡേഴ്സ് മാൻകൈൻഡിൽ സർവൈവ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉടനെ അല്ലെങ്കിൽ പിന്നീട്. അവർക്ക് മാൻകൈൻഡിൽ കിട്ടിയിരുന്ന ആ ഒരു മര്യാദയുണ്ടല്ലോ, അതുപോലെ അവന്റെ റെപ്യൂട്ടേഷനും നഷ്ടപ്പെടും, ജോലി തന്നെ നഷ്ടപ്പെടും. എനിക്കിത് ഉറപ്പായും പറയാൻ കഴിയും. എനിക്കിതിൽ നല്ല അറിവുണ്ട്. ഞാൻ ഇത്തരം ആളുകൾക്ക് ഒരു ശത്രുവാണ്. ഒന്നും അറിയാതെ ഇതുപോലെ ജോലി ചെയ്യുന്നവരെനിക്കിഷ്ടമല്ല. അവർ ഒട്ടും റെസ്പോൺസിബിൾ അല്ല. രണ്ടാമത് മാൻകൈൻഡിലുള്ള പ്രധാന വിഷയം ഇന്റഗ്രിറ്റിയാണ്. ഇന്റഗ്രിറ്റി വിഷയം എവിടുന്നാണ് തുടങ്ങുന്നതെന്നോ, ഞാൻ ഒരു ലീഡറായിട്ട് ഒരു ടൂർ പ്രോഗ്രാം ഓപ്പറേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഞാനത് ക്രിട്ടിക്കൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ പറഞ്ഞില്ല. ഞാൻ ആ ടൂർ പ്ലാൻ ചെയ്തത് 1 മാസം 6 മാസത്തേക്കൊന്നുമല്ല. ആസ് എ മെഡിക്കൽ റെപ്പ് 3 മാസത്തേക്കാണ് ചെയ്തത്. എനിക്ക് വേണ്ടിയല്ല. മെഡിക്കൽ റെപ്പിന്റെ ടൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്യേണ്ടത് ഏരിയ മാനേജറാണ്. അവരോടത് പറയേണ്ടത് RM ആണ്. അവരെ ആരാണ് പ്രേരിപ്പിക്കേണ്ടത്? ആരാണ് ഇത്ര പ്രഷർ കൊടുക്കുന്നത്? സോണൽ മാനേജർ. ഇതൊന്നും നടന്നിട്ടില്ല എന്ന് വിചാരിക്കൂ. അപ്പോൾ മെഡിക്കൽ റെപ്പിനെ ശ്രദ്ധിച്ചാലോ, അവര് ധാരാളം കോളുകൾ മിസ് ചെയ്യുന്നത് കാണാം. തീർച്ചയായും മിസ് കോൾ ചെയ്യും. എല്ലാവർക്കും ഒരു വീഴ്ചയുണ്ടാകും. എല്ലാം മുകളിൽ നിന്ന് താഴേക്കാണ് ഡൗൺ ആകുന്നത്. രണ്ടാമത്തെ വിഷയം എന്താണെന്നാൽ, ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ കണ്ടതെന്തെന്നാൽ, ധാരാളം റെപ്പുകൾ അവരും ഒരു സൈഡ് ബിസിനസ് വെച്ചിട്ടുണ്ടാവും. സൈഡ് ബിസിനസ്സിനായി സ്വന്തം കമ്പനി തുറന്നവരുണ്ട്. ചിലര് അവരുടെ ആന്റിയുടെ പേരിലോ സ്വന്തം ഭാര്യയുടെ പേരിലോ ഒക്കെയാണ്. ചിലര് സഹോദരന്മാരുടെ പേരിലും തുടങ്ങാറുണ്ട്. അവിടെ അവർ പല രീതിയിൽ ബിസിനസ് നടത്തുന്നവരായിരിക്കും. ഈ വിഷയങ്ങളെല്ലാം ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഞങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ വന്നാൽ അടുത്ത നിമിഷം അവന്റെ ജോലി പോകും. ആരെങ്കിലും ഇതുപോലെ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ ജോലി അങ്ങ് പോകും. ഞങ്ങളിത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി നിൽക്കുന്നവരോട് ഞങ്ങൾ നന്നായി തന്നെ പെരുമാറും. അതുപോലെ തെറ്റ് ചെയ്യുന്നവനോട് വളരെ വളരെ സ്ട്രിക്റ്റായി തന്നെ ആക്ഷൻ എടുക്കും, മറക്കരുത്. മൂന്നാമത്തെ പ്രശ്നം എന്തെന്നാൽ, അതും ഇന്റഗ്രിറ്റിയിൽ തന്നെയാണ്. ഇൻഫിൽട്രേഷൻ. ഇതെങ്ങനെ പ്രാക്ടിക്കലായി പോസിബിൾ ആവുമെന്നാൽ, ഒന്നുകിൽ റീജിയണൽ മാനേജർ അല്ലെങ്കിൽ സോണൽ മാനേജർക്ക് ബ്ലൈൻഡ് ആയിരിക്കണം. അതായത് ഒരു സ്റ്റോക്കിസ്റ്റ് ഒരു സിറ്റിക്കുള്ളിൽ തന്നെ ലാസ്റ്റ് വർഷം ആവറേജ് എത്ര സെയിൽ നടത്തിയെന്ന് ചോദിച്ചാൽ 5 ലക്ഷം. അപ്പോൾ ഞങ്ങൾ നോക്കുന്നത് എന്താണെന്നോ, അവന്റെ അടുത്ത വർഷം മാസം 5 ലക്ഷം സെയിൽ ചെയ്ത് അവര് സെയിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 25 ലക്ഷം ആക്കി. ഇതൊരു സ്റ്റോക്കിസ്റ്റ് ചെയ്യുന്നു. ഇതെങ്ങനെ പോസിബിളായി പറയൂ? അതായത് മൊത്തം ഹെഡ് ക്വാർട്ടേഴ്സിന്റെ സെയിലിന്റെ 50% സെയിൽ നോക്കിയാൽ ഒരു സ്റ്റോക്കിസ്റ്റ് തന്നെ ചെയ്യുന്നത് മാത്രമായിരിക്കും. അതേസമയം ZM ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ബ്ലൈൻഡായിരിക്കും.
ഒരാക്ഷനും എടുക്കില്ല. അതിന്റെ കാരണം അത് ഉള്ളിലൊരു പാഷൻ ഇല്ലാത്തതാവാം, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതാവാം, ശ്രദ്ധയില്ലാത്തതുമാവാം. രണ്ടാമത് അവരുടെ ഇന്റഗ്രിറ്റി. ഞാൻ വിശ്വസിക്കുന്നത് ഇത് രണ്ടിലുമാണ്. ഇന്റഗ്രിറ്റിയും പാഷനും ഇല്ലാതായോ, അതായത് കണ്ണിൻ മുന്നിലെ കള്ളം നടക്കുന്നത്. ഇന്റഗ്രിറ്റിയും പാഷനും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നോവും, നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾ സംസാരിക്കും, ആക്ഷനും എടുക്കും. ഇതൊന്നും നടക്കുന്നില്ലെങ്കിലോ? നടക്കാത്തതിന്റെ കാരണം മെഡിക്കൽ റെപ്പെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. നടക്കാത്തതിന്റെ കാരണം ലാക്ക് ഓഫ് കോംപ്ലിക്കൻസി, അതുപോലെ ലാക്ക് ഓഫ് പാഷൻ, ടോപ്പ് ലീഡേഴ്സിന്റെ ഇടയിലുള്ള ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റിയും. സാർ, ഒന്ന് മനസ്സിലാക്കൂ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായാൽ അതിനുശേഷം മാൻകൈൻഡിലെ അയാളുടെ ബുദ്ധിമുട്ടേറിയ സമയമായിരിക്കും അത്. ഉറപ്പായും ഞാൻ പറയാം, ഞങ്ങൾ ഈ 2 കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ട്, ഫോക്കസും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കെതിരെ 1-2 വീഡിയോ അയച്ചിട്ട് വെറുതെ ഇരിക്കില്ല, ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും. സൗത്ത്, ഗുജറാത്ത്, ബീഹാർ, UP എവിടെ വേണമെങ്കിലും ആയിരിക്കാം. എവിടെയാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും പൊയ്ക്കോളൂ. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ തുടർന്നു പോകാൻ പറ്റില്ല. കഥ അവസാനിച്ചു. എന്തെന്നാൽ ക്യാൻസർ പോലെ ഇതിനൊരു അവസാനം വേണം. ഞാനിപ്പോ നിങ്ങൾക്ക് ലാക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, പാഷൻ, അതിനെക്കുറിച്ചൊരു എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. AMSൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും, ഇതുവരെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഈ വിഷയം ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കത് വിശ്വസിക്കാമോ? എന്ത് കാര്യത്തിലാണോ മാൻകൈൻഡ് ഫേമസ് ആയത്, അതായത് ഇന്ന് ചിന്തിച്ചാൽ നാളെ അത് നടപ്പിലാക്കിയിരിക്കും. അതാണ് മാൻകൈൻഡിന്റെ തത്വം. ഇന്നത്തെ ഞങ്ങളുടെ ഫിലോസഫി ഇതാണ്. ഞങ്ങളൊരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കിയിരിക്കും. ഞാനൊരു കാര്യം പറയാം, ഏകദേശം 10-20% ലീഡേഴ്സിന്റെ ടീമിലുള്ളവരെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങളിപ്പോൾ അവരെ വളരെ ക്ലോസ് ആയി തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ്, ഒരു കാര്യം പറയാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. ഉഡായിപ്പിൽ നിന്നും ഉറക്കത്തിൽ നിന്നുമൊക്കെ നിങ്ങളൊന്ന് വെളിയിലേക്ക് വരൂ. ഞാൻ എന്തിനാണിത് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ദയവായി ഈ വിഷയത്തെ ഒന്ന് മനസ്സിലാക്കൂ എന്ന്. മനസ്സുകൊണ്ട് പറയുക, നല്ലതിനു വേണ്ടി പറയുകയാണ്. നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ എനിക്ക് വിഷമമില്ല, പക്ഷേ ഒരാളുടെ മേലെ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ തെറ്റ് തിരുത്താൻ ഒരു അവസരം തരണം. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ മാറുന്നില്ല, ചേഞ്ച് ആവാൻ ഒരു പ്ലാനും ഇല്ല എങ്കിൽ ടഫായിട്ടുള്ള ആക്ഷൻ എടുക്കും. വീണ്ടും ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എവിടെയാണ് ഇൻഫിൽട്രേഷൻ നിങ്ങൾക്ക് തോന്നുന്നത്, ഒട്ടും ഭയമില്ലാതെ നിങ്ങൾ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ അത് പറയാം. അതായത്, സാർ, ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇതിന്റെ ബേസിൽ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഇതൊന്നും പറയാതിരിക്കുകയാണെങ്കിലോ, മെയ്ക്കപ്പുറം ഞങ്ങൾ വളരെ ടഫായി സംസാരിക്കും, വലിയ ചോദ്യങ്ങൾ ചോദിക്കും. ദയവ് ചെയ്ത് ഇനിയെങ്കിലും മനസ്സിലാക്കൂ. ടോപ്പ് ലീഡേഴ്സ് എല്ലാം 3 തവണ ഹെഡ് ഓഫീസിൽ വരും. അതായത് വർഷത്തിൽ 3 തവണ വരും. 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയാണ് വരുന്നത്. അപ്പോ ഉത്തരം പറയേണ്ടി വരും എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന്. എന്താണെന്നാൽ 2 വിഷയത്തിൽ ഞങ്ങൾ കർശനമായിരിക്കും. വീണ്ടും ഞാൻ പറയുന്നു, ഇന്റഗ്രിറ്റി എഗെയിൻസ്റ്റ് ആകും. ഇന്റഗ്രിറ്റി ഇല്ലാതെ ആര് ജോലി ചെയ്യുന്നുവോ, ആര് മാനിപ്പുലേറ്റ് ചെയ്യുന്നുവോ, അപ്പോൾ ആരുടെ ഉള്ളിൽ പാഷൻ ഇല്ലയോ അവരെ വെളിയിലാക്കും. ശരി, പോസിറ്റീവായ കാര്യത്തെക്കുറിച്ച് പറയാം. ലൈഫിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നോ, ഒരു ലീഡർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ തെളിഞ്ഞ മനസ്സോടുകൂടി ആയിരിക്കണം. എന്റെ ചിന്തയിൽ ഞാൻ പറയാം, അത് നല്ലപോലെ കേട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കാം. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നാൽ, എന്റെ ഫോർമുല എന്താണെന്നാൽ 5-10-20. ഇതിന്റെ അർത്ഥം എന്ത്? അതായത് എന്നെ ചുറ്റി 5 പേരുണ്ടെന്ന് വിചാരിക്കൂ. അതായത് ഈ 5 പേരാണ് എനിക്ക് വളരെയേറെ പ്രധാനപ്പെട്ടത്. എന്റെ കീഴിലുള്ളതാണ് അവർ. അപ്പോൾ എന്റെ 50% സമയം നോക്കിയാൽ ഞാൻ അവരോടൊപ്പമാകും ചെലവഴിക്കുക. അവരോടൊപ്പമാണ് ഞാൻ ഇരിക്കുക. ഞാൻ അവരെ വാച്ച് ചെയ്യും. അവരെങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു. ഐ എം ഓൾവേസ് അവരെ പറ്റിയാണ് ചിന്തിക്കുക. എപ്പോഴും ഞാൻ അവരെക്കുറിച്ച് ചിന്തിക്കും. അതുപോലെ അവരുടെ കീഴിലും 10 പേര് വേറെ ഉണ്ടാകും. അവരിലും 30% സമയം ഞാൻ സ്പെൻഡ് ചെയ്യും. ബാക്കി ഒരു 20% സമയമുണ്ട്, ശ്രദ്ധിച്ചോ. ആ സമയവും ഞാൻ യൂസ് ചെയ്യും. എങ്ങനെയാണെന്നോ, ഫോർ എക്സാമ്പിൾ, ഞാൻ സഞ്ജയോട് എന്തെങ്കിലും പറഞ്ഞാൽ, റൈറ്റ്, അതിനെക്കുറിച്ച് ആതിഷിനോട് സംസാരിക്കും. അതിനുശേഷം ഞാൻ എന്ത് ചെക്ക് ചെയ്യുമെന്നോ, 1 മാസത്തിനും 2 മാസത്തിനും ശേഷം ഫീൽഡിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ നോക്കും. അവരോടും ഇതെല്ലാം പറയും. എന്നെ അപേക്ഷിച്ച് ഇവരാണ് ഈ പീപ്പിളാണ് ഹൈയസ്റ്റ് ഇന്റഗ്രിറ്റി ഉള്ളവർ. ഇവർക്കുള്ളിലാണ് പാഷൻ ഫുള്ളാണെന്ന് പറയുന്നത്. നിങ്ങൾ പോയി അവരുടെ ഇന്റഗ്രിറ്റിയും പാഷനും ചെക്ക് ചെയ്യൂ. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആകും. ഈ ഒരു വിഷയം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചിരിക്കുക. നിങ്ങൾക്ക് ഹൈയസ്റ്റ് പോസ്റ്റ് കിട്ടിയെന്നാൽ, അതായത് ബിക്കോസ് ഞങ്ങൾ എപ്പോഴും
സക്സസർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതായത് സഞ്ജയുടെ സക്സസർ ആരായിരിക്കും, ആ ആതിഷിന്റെ സക്സസർ ആരായിരിക്കും, ആതിഷിന്റെ കീഴിൽ ആരായിരിക്കും സക്സസർ, അതിന്റെ കീഴിൽ ആരായിരിക്കും സക്സസർ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു സമയം നിങ്ങൾ വലുതാകണമെന്ന് വിചാരിച്ചാൽ, മുന്നേറണമെന്ന് വിചാരിച്ചാൽ, ഈ കാര്യങ്ങളെല്ലാം മറക്കാതെ ചെയ്താൽ മാത്രമേ അത് സാധ്യമാകൂ. അതായത് എന്റെ ഉള്ളിൽ എത്ര പാഷനുണ്ട്, ആ പാഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, ഏതളവിൽ നേരുള്ളവനാണ്, എവിടെ മാനിപ്പുലേഷൻ കണ്ടാലും തീർച്ചയായും അതിനെതിരെ പോരാടും, തീർച്ചയായും അത് എലിമിനേറ്റ് ചെയ്യും. ഈ വിഷയമെല്ലാം നിങ്ങൾക്ക് വളരെ മുഖ്യമാണ് സാർ. അതിനിയും ചില എക്സാമ്പിൾ തരാം. അതായത് ഇന്റഗ്രിറ്റി, പാഷൻ, ടാലന്റിനുള്ള എക്സാമ്പിൾ. നിങ്ങളടുത്ത് ഒരു പയ്യൻ വരുന്നു. അവന്റെ ഡീറ്റെയിലിംഗ് സൂപ്പറായിട്ടുണ്ട്, അവന്റെ പ്രോഡക്റ്റ് നോളജ് വളരെ അത്ഭുതകരമാണ്, അതുപോലെ അവന്റെ കോൾസ് എല്ലാം സൂപ്പറായിട്ടുണ്ട്, അവൻ ഒരു മിസ് കോൾ പോലും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ അവസാനം എന്താണ് ശ്രദ്ധിക്കുക? അവന്റെ ഗ്രോത്ത്. അത് മൈനസിലുമായിപ്പോയി. അവൻ 3 വർഷമായി ജോലി ചെയ്യുന്നു, അവന്റെ പ്രൊഡക്ടിവിറ്റി 8 ലക്ഷം. അപ്പോൾ അവന്റെ ഗ്രോത്ത് നോക്കിയാൽ -10 ആണ്. അവനോട് എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ തീർച്ചയായും 10 എക്സ്ക്യൂസ് അവൻ പറയും. എന്റെ ചോദ്യം എന്തെന്നാൽ, അവന്റെ ഡീറ്റെയിലിംഗ് അടിപൊളിയാണ്, അവന്റെ കോൾസ് എല്ലാം സൂപ്പറാണ്, പക്ഷേ സെയിൽസ് എന്താ വരാത്തെ? അങ്ങനെ വന്നാൽ അവൻ ഷോ കാണിക്കുകയാണ്, അവനിൽ എല്ലാം ഉണ്ടെന്ന് അഭിനയിക്കുകയാണ്. നിങ്ങളിൽ ടാലന്റ് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, അതുപോലെ നിങ്ങളിൽ ഇന്റഗ്രിറ്റി ഉണ്ട്, പാഷനുമുണ്ട്. ഈ 3 വിഷയമുണ്ടെന്നാൽ അപ്പോൾ നിങ്ങളാലെ ഇമ്മീഡിയറ്റായി ഒരു വിഷയം മനസ്സിലാക്കാം, ഇവൻ കള്ളം പറയുകയാണ്, ഷോ കാണിക്കുകയാണെന്ന്. അതായത് മാൻകൈൻഡിൽ ആര് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ വിചാരിക്കുക അവർക്ക് അതിനുള്ള കഴിവില്ലെന്നാണ്. അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല. അതാരായാലും ശരി, അവരുടെ 3 വർഷത്തെ സെയിൽസ് ഞങ്ങൾ നോക്കുമ്പോൾ ബേസിക്കായി ഞാൻ എന്താ പറയുന്നതെന്നോ, ഒരു ക്വാർട്ടർ എന്നത് ഞങ്ങൾക്കൊരു മാസത്തിന് സമമാണ്. ശരി, അപ്പോൾ അവന്റെ 12 ക്വാർട്ടറിന്റെ കണക്കെടുത്താൽ ഏകദേശം അത് 3 വർഷം. അവന്റെ 3 സീക്വൻസ് നോക്കിയാൽ, അതായത് പ്രോഡക്റ്റ് വൈസ്, സെയിൽസ് വൈസ്, സ്റ്റോക്ക് വൈസ്, അവൻ ആരായിരുന്നുവെന്ന് കല്ലും വെള്ളവും പോലെ തിരിച്ചറിയാം. ഇതാണ് ഞങ്ങളുടെ ഡേറ്റ. അനലിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം ചോദിക്കുന്നത് സോണൽ മാനേജർ, നാഷണൽ സെയിൽസ് മാനേജർ, റീജിയണൽ മാനേജർ. കാരണം എല്ലാവരുടെയും ആഗ്രഹം വളരാനാണ്. അപ്പോൾ ഞങ്ങളുടെ അംബീഷൻ എന്താണെന്നോ, ഞങ്ങളുടെ മിഡിൽ മാനേജ്മെന്റിനെ സോളിഡ് ആക്കി മാറ്റുക എന്നതാണ്. ഞങ്ങളുടെ RM, ZM നല്ല സോളിഡ് ആയിരിക്കണം. അപ്പോഴാണ് അവൻ നാളെ ഞങ്ങളുടെ വലിയ സക്സസർ ആവുന്നത്. ഒരു പക്ഷെ അങ്ങനെ നടന്നില്ലെങ്കിലോ? നിങ്ങൾ തന്നെ പറയൂ, അത് നല്ലതാണോ? നിലനിൽപ്പുണ്ടാകുമോ? അതായത് ഒരു കമ്പനിക്ക് എല്ലാം ഉണ്ട്, ഗ്രോത്ത് ഇല്ലെങ്കിൽ അത് ശരിയാവുമോ? ചിലരുടെ മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ചാൽ, എന്റെ ഗ്രോത്ത് 9%, അത് IPM-നോട് ഈക്വൽ ആണെന്ന് പറയും. എന്നോട് പറഞ്ഞാൽ IPM-ന്റെ ഡബിൾ ചെയ്യാൻ ഞാൻ പറയും. എന്താ പറ്റാത്തെ? അതാണ് എന്റെ ചോദ്യവും. അവസാനമായിട്ട് ഞാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം പറയാം. നിങ്ങൾ ലൈഫിൽ വലിയ ആളാവണമെന്ന് വിചാരിച്ചോ? അപ്പോൾ ഒരു മരത്തെ ഓർക്കുക. ഒരു കഥയുണ്ടല്ലോ, അതായത് മരത്തെ നോക്കിയാൽ മരം ഒരുപോലെ 2 വശത്തേക്ക് വളരും, 2 വശവും വളരും. അത് നോക്കിയാൽ ഒരു സൈഡ് മാത്രം വളരില്ല. ആ മരം എപ്പോഴും ആകാശം നോക്കിയാണ് വളരുക. അതുപോലെ ഭൂമിക്കടിയിലേക്കും വളരും. നിങ്ങൾ ഏത് മരത്തെ വേണമെങ്കിലും നോക്കിക്കോ, നല്ല സ്ട്രോങ് ആയ മരം. അതിന്റെ വേരുകൾ നോക്കിയാൽ താഴേക്കും വളരും, അതിന്റെ ഉയരം മേലേക്കും വളരും. ഇതിന്റെ അർത്ഥമെന്തെന്നാൽ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളും ആവേശവുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഫഷണലായാലും ലൈഫിലായാലും നിങ്ങൾക്കൊരു മുന്നേറ്റമൊക്കെ ഉണ്ടാകൂ. ഞാൻ പറഞ്ഞ ആ ആഗ്രഹവും ആവേശമൊക്കെ എന്തെന്നാൽ, നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾ എത്ര തയ്യാറെടുക്കുന്നോ അത് നിങ്ങളുടെ ഉള്ളിലെ ഇന്റഗ്രിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അതായത് കമ്പനി എനിക്ക് തന്നിരിക്കുന്ന എല്ലാ ജോലികളും എനിക്ക് താഴെ ജോലി ചെയ്യുന്നവരിൽ കൃത്യമായി എത്തിക്കുന്നു. ഞാൻ പവർ മിസ്യൂസ് ചെയ്യുന്നില്ല, ഞാൻ റൂഡായി നടക്കുകയുമില്ല. ഞാൻ എല്ലാവരെയും നല്ലപോലെ നടത്തണമോ വേണ്ടയോ, അവർക്ക് മര്യാദ കൊടുക്കണോ വേണ്ടയോ, കൊടുക്കണം. സ്നേഹത്തോടെ ഇടപഴകണം. ഇതൊരു പ്രധാന വിഷയമാണ്. അതുപോലെ തന്നെ പാഷനേറ്റ് ആയിരിക്കണം. എല്ലാ വിഷയവും ഒരു ഞൊടിയിൽ വളരെ വേഗത്തിൽ എക്സിക്യൂട്ട് ചെയ്യണം. അതുപോലെ കൂടെയുള്ളവർ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അറിയണം. അതെങ്ങനെയാണെന്ന് മേളിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മാൻകൈൻഡ് ഒരു അമേസിംഗ് ആയ കമ്പനിയാണ്. മാൻകൈൻഡിലേക്ക് നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്കും വരാം. നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളിൽ കൺസേൺഡ് ആയിരിക്കും. ഞാൻ എന്തൊക്കെ പറയുന്നുവോ, ഞാൻ എന്ത് വീഡിയോ കാണിക്കുന്നുവോ, ഞാൻ അതിലെന്താണ് പറയുന്നത്? സെയിൽസിനെ പറ്റിയാണോ? അല്ല, നിങ്ങളെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളെ ഞാൻ പുതുയുഗത്തിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നിങ്ങളിലും ഉണ്ടാകേണ്ടത് മുഖ്യമാണ്. ആ ആഗ്രഹം വന്നില്ലെങ്കിൽ നിങ്ങൾ വളരില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്. പ്ലീസ് ഗോ ഫോർ ഇൻട്രോസ്പെക്ഷൻ ആൻഡ് തിങ്ക്. അതായത് എന്നിൽ എത്ര ഇന്റഗ്രിറ്റി ഉണ്ട്, എത്രത്തോളം പാഷൻ ഉണ്ട്,
എത്രത്തോളം ടാലന്റ് ഉണ്ട്. ഇതെല്ലാം കൊണ്ടേ നിങ്ങൾ വളരുള്ളൂ. നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ ഫാമിലിയും ആഗ്രഹിക്കുന്നു. നിങ്ങൾ വളർന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചർ അത്ഭുതകരമായിരിക്കും. ഇതൊക്കെ നടക്കാൻ നിങ്ങൾ കഠിനമായി പ്രയത്നിക്കണം. ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്, നല്ലൊരു ഫ്യൂച്ചർ നേരുന്നു. താങ്ക് യു സോ മച്ച്, ബൈ.